ഹലോ ഗായ്സ്, എൻ്റെ പേര് അഭിജിത്ത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വർക്കിനൊക്കെയാണ് വീണ്ടും. നമ്മളപ്പോൾ ഇതുവരെ ചെയ്ത് നിർത്തിയതാണ്ട്. അത് ഈ പൈപ്പ് അടം വരെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അറ്റം വരെ മുട്ടിക്കണം. അടിയിലത്തെ അതുവരെ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് അറ്റം വരെ മുട്ടിച്ചതിന് ശേഷം നമ്മൾ ഷീറ്റ് അടിക്കുന്ന പറഞ്ഞാൽ ഡ്രില്ലൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് എൻ്റെ 100 വ്യൂവേഴ്സിനോട് നമ്മുടെ അനീഷ് ഭായ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നതൊന്നും ചാനലിൽ വീഡിയോയിൽ ഇടുന്നില്ല എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ ചെയ്യാറില്ല എന്ന് പറയും. ഇയാള് വീഡിയോ ഇടാറില്ല, യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടാ. ഇയാള് പറയണൊന്നും ഞാൻ വീഡിയോയിൽ ഇടണില്ല, ഒക്കെ കട്ട് ചെയ്ത് കളയാണെന്നാ പറയണത്. പക്ഷെ ഇയാള് പറയണ മുഴുവൻ വൃത്തികേട് തെറി മാത്ര. ഇതിടൂ. ഗായ്സ് കണ്ടാ, നമ്മളിവിടം വരെ എത്തിയിട്ടുണ്ട്. പൈപ്പ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നമ്മുടെ ആശാൻ. അതിനിടയ്ക്ക് നമ്മുടെ ആശാൻ നമ്മളെ ചായ കുടിക്കാൻ പോകുമ്പോ ഓട്ടോറിക്ഷ ഇരുത്താൻ നോക്കി. ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടില് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരുത്താൻ നോക്കി. ജസ്റ്റ് മിസ്സാ. അപ്പൊ ഇരുന്ന് പോയ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇനി ഇവിടം വരെ കൊണ്ടുവരണം കേട്ടാ. കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കല്ല, ഷീറ്റ് അടിക്കുക. ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ അടിക്കുക. ഒക്കെ ഞാൻ ചെയ്യാം. നാളെ അവിടെ വെറുതെ ഉള്ളൂ. ഇവിടത്തെ പണി ഇന്ന് കഴിയുമെന്ന് അറിയില്ല. ഭയങ്കര ഡൗട്ടാ. പിന്നെ നമ്മുടെ ആശാൻ കൊണ്ടുവന്ന വെള്ളം കണ്ട, ഇതാണ് സാധനം. സ്റ്റീലാന്ന് പറഞ്ഞ ഇതിന് 1,500 അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 900 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിൻ്റെ കേട്ടാ. വെറുതെ പൊങ്ങച്ചൻ പറയാൻ നിൽക്കുക. സമയം നമ്മുടെ കേട്ടീനെ കാണാൻ ചെയ്യാം. കേട്ടി ഉള്ളിലൊക്കെ നോക്കിയ എവിടേക്ക് പോയിട്ട് കാണാൻ ചേട്ടാ. ഇയാളീ പറഞ്ഞാൽ വേണ്ടിട്ടാ ഇങ്ങനെ പുറത്തിറങ്ങണ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വല്ല മലമ്പാമ്പ് പിടിങ്ങേനെ അറിയാൻ വേണ്ടി. മലമ്പാമ്പ് പിടിങ്ങുന്നുണ്ട്. ഒരു തലകറക്കൊക്കെ വന്നിട്ടുണ്ടോ. വയസ്സായിട്ടുള്ള ആളാണ്. കാണുന്ന പോലെ അല്ല, അവർക്ക് 10-34 വയസ്സായി. അതിനെ കാണാല്ലേ ഇങ്ങടെ പോയണോ. പ്രായം കൂടിയ കാരണം ഇതിങ്ങനെ കുനിഞ്ഞു പോകാനുള്ളൊരു ഗട്ട്സൊന്നും ആൾക്കില്ലേ. ഞാനവിടെ ചുറ്റിനും നോക്കിട്ടാ. ഇതിനകത്തുണ്ട്. ചോറും കഴിഞ്ഞ സമയത്ത് കുറെ തട്ടുമുട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വെൽഡിങ് പണി മുഴുവൻ കഴിഞ്ഞു. നമ്മളത് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ഷീറ്റ് അടിക്കാനുള്ളൂ. 2:15 കിട്ടിയാണല്ലേ. ഇനി മോളി വേണ്ടോ ടോപ്പിൽ പോയി എടുക്കണ്ടാവും. ചിലപ്പോ അവിടെ തന്നെ ഉറങ്ങിട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് കുൻസായ്മ വേണ്ട. എന്നിട്ടാ ഇത് വർക്കിയില്ലടോ. കണ്ടത് വർക്കിയില്ലേ. ഇതിന്റെ മോളിക്ക് പോയി നോക്കാട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണ്ട്. ഒറ്റയാന മറ്റേ അമേരിക്കക്കാരനെ എന്നിട്ട് പേര് മെഗാ അമേരിക്കന. ആദ്യം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടും. വൈ ഞാൻ സംഭവം വേണ്ട. കിട്ടുന്ന സ്ഥലം നമുക്കിതെല്ലാം കണ്ടത്. നമ്മളതിൻ്റെ മണ്ടയിൽ കാണാം. നമ്മളിതിൻ്റെ മണ്ടയിൽ എത്തിയിട്ടാ. ഇത് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നമ്മൾ വേണമെങ്കിൽ ചെയ്താൽ മതി,
പക്ഷേ ഞാൻ വെറും 21 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ കുറെ തരിപ്പുകളുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കണ്ട തെങ്ങിൻ്റെ ഉയരത്തിലാണ് നിൽക്കണം, തെങ്ങിൻ്റെ ഉയരത്തിൽ നമുക്കിങ്ങനെ കൈയെത്തിച്ച് പിടിക്കാം, പക്ഷെ ആ കൈ അങ്ങോട്ട് എത്തില്ല. ആണ് ഇവിടുത്തെ ടാങ്ക് കേട്ടാ, ഹീറോയിലത്തെ വാട്ടർ സർവീസിന് ചെയ്യണൊക്കെ ടാങ്ക് കണ്ടോ. ഇനിയിപ്പോ ഹീറോ അല്ല, ഏത്തറാണ്, ഏത്തറ എന്താ പറയാ. ഇത് നമ്മുടെ ഇവിടെ നേരെ പോയ ഒല്ലൂര് കുരിയച്ചറ റോഡ് ട്ടാ. നമ്മുടെ ഗഡി എത്രണ്ണത്, 8 5 ഒരുമിച്ച് കട്ട് ചെയ്തു ട്ടാ, ഒരുമിച്ച്. കഴിവേറി തന്നെ അല്ലേ. ഗായ്സ് നമ്മൾ ആദ്യത്തെ ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടാ. ആദ്യത്തെ ഷീറ്റ് ഇവിടം വരെയാണ് ഉയരം വരുന്നത്. ആദ്യത്തെ ഷീറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇത് 10 ഉണ്ട് ഷീറ്റ്, 10 അറ്റം വരെ വരും എന്നാണ് പറഞ്ഞത്. ആ 3ാമത്തെ പോസ്റ്റ് വരെ വരും ബ്രോ. മൂന്നാമത്തെ കാല് ഈ കാല് വരെ വരും. ഇവിടുന്ന് 3ാമത്തെ ആ കാലുമ്മക്ക് വരും എന്ന് പറഞ്ഞ ആ കാല് ഇതല്ലേ, ഈ കാലല്ലേ, ഇതുവരെ വരുന്നാണ് നമ്മുടെ അനീഷമാർ പറഞ്ഞത് കേട്ടാ. 10 ഷീറ്റ് ഉണ്ട്, ഇപ്പൊ പറഞ്ഞ വെച്ച് ഇനി 9 ഉണ്ട്. നമുക്ക് നോക്കാം എത്ര. 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഈ വർക്കിൽ. 25 വയസ്സ് കഴിഞ്ഞിട്ട് 10 കൊല്ലേ, എന്നിട്ട് ഇപ്പോഴും 25 പറഞ്ഞ നടക്കുക. നമുക്ക് ഷീറ്റ് അടിക്കണമെങ്കിൽ ഇവിടെ നിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ആശാന്റെ ബുദ്ധിയിൽ വിരിഞ്ഞൊരു പുഷ്പമാണ് തീ കിടക്കണത്. ഇപ്പൊ ഒരു കോണി ഉണ്ടാക്കാന്ന്, കോണി കേറി എന്നിട്ട് സ്ക്രൂ അടിക്കാൻ. നമ്മളിപ്പോ ഒരു 4 ഷീറ്റ് വെച്ചിട്ട് വേണ്ട, 4 കഴിഞ്ഞു, ഇനി 6 ഉണ്ട്. 6 3ാമത്തെ പൈപ്പ് എത്തുന്ന് പറഞ്ഞ. നോക്കാം ഗായ്സ്, നമ്മുടെ കോണിയുടെ പണി കഴിയാറായി. തുരുമ്പിടിച്ച കോണിയാ. നമുക്ക് ആശാൻ ആദ്യം കയറ്റി നിർത്തിയിട്ട് പരീക്ഷിച്ചിട്ട് ഞാൻ കയറാം എന്നാണ് ആള് പറഞ്ഞല്ലേ. ആള് കാരണം കുറവാണല്ലോ എന്നെക്കാളും, അത് കാരണം ആളാദ്യം കയറട്ടേന്ന്. ഗുണം വരെ എത്തിണ്ട് കേട്ടോ നമ്മുടെ ഷീറ്റ് ഇടൽ. നമ്മുടെ പുതിയ കോണി നിന്ന് അടിക്കുമ്പോ ആളുടെ ഒരു പ്രൗഡ് കണ്ടോ, ആളുടെ ഒരു അഭിമാനം. നമ്മളപ്പോ പരമാവധി സ്ഥലത്ത് അടിക്കാൻ നോക്കി. പിന്നെ അവിടുത്തെ ഷീറ്റ് കഴിഞ്ഞു. നമ്മുടെ ആശാൻ പറഞ്ഞത് ഷീറ്റ് അവിടം വരെ എത്തുന്നാണ്. ഇത് അവിടം വരെ എത്തണ്ട, ഇവിടം വരെ എത്തായിരുന്നു. ഇത് ഇവിടെ കഴിഞ്ഞു. വെറുതെ 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്നും അറിയില്ല. എന്നിട്ട് ഒക്കെ തെറ്റി, വട്ടത്തിൽ തെറ്റി. ഇവിടെ എത്തിയപ്പോ ഷീറ്റ കഴിഞ്ഞു. എന്നിട്ട് നമ്മള് പുതിയ ഷീറ്റ് എടുത്തിട്ട് തുരുമിച്ച ഭാഗമൊക്കെ ഇത് കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പോടാ കണ്ട, കുറച്ച് കഷ്ടപ്പാട്. നമ്മൾ എവിടുന്ന് ഈ ഷീറ്റ് എടുക്കണത് കാണിച്ചാൽ ഷീറ്റിന്റെ അവസ്ഥ കാണിച്ചാൽ. അവിടെയാണ് ഷീറ്റ് കിടക്കുന്നത്. ഷീറ്റിന്റെ അവസ്ഥ തുരുമ്പിച്ച ഭാഗമൊക്കെ നമ്മള് 5 അടിക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. 5 അടി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. 5 അടിക്ക് കട്ട് ചെയ്ത് കളയാം. അതൊന്നല്ല, അതൊക്കെ എടുക്കണ ഷീറ്റൊക്കെ ഭയങ്കര അവസ്ഥയായിരുന്നു. കുഴപ്പമില്ല, അവസ്ഥകളൊക്കെ നമ്മള് ബുദ്ധിമുട്ടുള്ള ആദ്യം ചെയ്യണമെന്നാണ് അനീഷ് അമ്മോട് പറഞ്ഞത്. നോക്ക് ഗൈസ്, അപ്പോ നമ്മുടെ അനീഷ് ഭായി പറഞ്ഞേക്കണ പോലെ നോക്ക്, 10 ഷീറ്റ് ഇവിടം വരെ വരും എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ആളെന്താ പറഞ്ഞേ, ഇവിടുന്ന് 3ാമത്തെ അത് ഇവിടം വരെ 15 ഷീറ്റ് വെച്ചപ്പോഴേ ഇവിടം വരെ എത്തിയത്. 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെറുതെ. 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെറുതെ, അതന്നെ വേസ്റ്റ്. ഇനി 15 ഷീറ്റില്ലേ, ഇനി ഒരു 5 കൂടി എടുത്ത് കട്ട് ചെയ്യും. അത് വെക്കാൻ നേരാകുമ്പോഴത്തേന് 5:30 അപ്പൊ വീട്ടിൽ പോകും അല്ലേ.
അത്രേ ഉള്ളൂ. ആത്മാർത്ഥമുള്ള പണിക്കാരായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. സമയം 5:30. ആത്മാർത്ഥ കൂടിയാരെ ഞങ്ങൾ വേഗം നിർത്തി ഇവിടം വരെ എത്തിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടി ഉണ്ട് ഞങ്ങള് ഇവിടെ അടിച്ചു. ഇവിടെ ആത്മാർത്ഥമായിട്ടുള്ള അനീഷ് ഭായ് പണി നിർത്തിയിട്ട് കണ്ട ആത്മാർത്ഥത കൂടിയിട്ടേ ഭയങ്കര പണി. നമുക്ക് പണിക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു സന്തോഷം ഈ പണി കഴിഞ്ഞിട്ട് സാധനങ്ങൾ ഒതുക്കുമ്പോഴാണ്. പണി കഴിയുമ്പോഴല്ല, സാധനങ്ങൾ ഒതുക്കും. അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഡ്രില്ല് കേട്ടോ. 1000 എത്രയുടെ ഡ്രില്ലാണ്. ഡ്രില്ല് മാത്രമല്ല, അതിൻ്റെ കൂടെ എല്ലാതും കിട്ടുന്നുണ്ട. സെറ്റാണ് ഇത്. അതിൻ്റെ ബാറ്ററി, ചാർജർ, പിന്നെ കുറേ ബിറ്റൊക്കെ ഉണ്ട്. കുറേയൊക്കെ പോയി നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ഈ സാധനം ഇത് ഇവിടെ ഉണ്ട്, നെക്കി പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ പണി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി നാളെ വരുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെള്ളമില്ല, കുടിവെള്ളത്തിന് ക്ഷാമം. ഗായ്സ്, നമ്മുടെ പടക്കുതിരയുടെ കുളമ്പ് നാശമായിട്ടുണ്ട്. വണ്ടി ബാറ്ററി ഡൗൺ ആയിട്ട് കണ്ട അതൊക്കെ പ്രശ്നമാണ്. വണ്ടി സ്റ്റാർട്ട് ആവണമെന്നില്ല. ഇത് കൊണ്ട് വർക്ക്ഷോപ്പിൽ കാണിക്കണം. 8350 കൂടെ 500 ഉഷാറ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം.